വർഷങ്ങളായി വരുമാന വർധന ഇല്ലാതായതോടെ നഴ്സുമാരുടെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളുടെ കാര്യവും കഷ്ടമാണ്. വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠിച്ചിറങ്ങിയവരുടെ സ്ഥിതി പരിതാപകരമാണ്. മലപ്പുറം കോട്ടയ്ക്കൽ ബിംസ് ആശുപത്രിയിൽ നിന്ന് സോണൽ കൃഷ്ണ കൂടി ചേരുകയാണ്. മലബാറിനെ സംബന്ധിച്ച് ആദ്യം നിപ്പ വരുന്നു, അതിനുശേഷം കോവിഡ് വരുന്നു. അങ്ങനെ മഹാമാരികൾ ഓരോന്നായി ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴും നമുക്ക് കരുതലായിട്ടുള്ളത് നഴ്സുമാരായിരുന്നു. ആ നഴ്സുമാർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. വർഷങ്ങളായിട്ട് അവരുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ? അതെ, തീർച്ചയായും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നഴ്സിംഗ് മേഖലയിൽ ഞങ്ങൾ പട്ടിപ്പണി എടുക്കാൻ തുടങ്ങി ഒരുപാട് കാലങ്ങളായി. വളരെ കുറഞ്ഞ ശമ്പളത്തിന്, തുച്ഛമായ ശമ്പളത്തിന് പണിയെടുത്തുകൊണ്ട് ഇവിടെ ഓവർ ടൈമും അല്ലാണ്ട് പല മാനേജ്മെന്റുകളുടെ കീഴിലും ആളുകൾ പണിയെടുത്തതിന് ശേഷം ഒരു ശമ്പളമോ വേണ്ടത്ര രീതിയിലുള്ള ഇതോ കിട്ടാതെ ഞങ്ങൾ ഒരുപാട് കാലമായി കഷ്ടപ്പെടുന്നത്. 90% സ്ത്രീ വിഭാഗം വരുന്ന ഒരു മേഖല ആയതുകൊണ്ടാണോ ഇത്രയും കൂടുതൽ ഗവൺമെന്റ് ഇതിനെതിരെ അനീതി കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒരു മാനേജ്മെന്റോ ആൾക്കാരോ ശമ്പളം കുറവാണെന്ന പേരിൽ പഠിക്കാനുള്ള ഫീസോ ഇതുവരെ ഒന്നും കുറച്ചിട്ടില്ല. BSc നഴ്സിംഗ് ആയാലും മറ്റ് നഴ്സിംഗ് മേഖലയിലായാലും കോളേജുകളുടെ ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ പണിയെടുക്കുന്നതിന് തുല്യമായ വേതനം ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. സർക്കാർ മേഖലയിൽ നഴ്സിംഗ് വിഭാഗത്തിൽ കിട്ടുന്ന ശമ്പളത്തിന് തത്തുല്യമായ ജോലി ഞങ്ങളും ചെയ്യുന്നുണ്ട്. അതിനുള്ള വേതനം ഞങ്ങൾക്ക് കൊടുക്കണമെന്നത് 2016 മുമ്പ് തന്നെ എല്ലാ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയാണ്. ഒരു സംസ്ഥാന സർക്കാർ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. കാരണം 16 ശേഷം 10 വർഷത്തിന് ശേഷം ഞങ്ങൾ അതേ കാര്യത്തിന് വേണ്ടി ഇപ്പോഴും വായിട്ട് അലയ്ക്കുക എന്നുള്ളത് അത്രയും ഖേദകരമായ കാര്യമാണ്. ഞങ്ങൾക്ക് ആഡംബരമായി ജീവിക്കാനുള്ള പൈസയല്ലേ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ സമാധാനമായി ഞങ്ങൾ കുടുംബം പോറ്റി വളർത്താനുള്ള ഒരു ചെറിയ വേതനം മാത്രമാണ്. 40,000 എന്നത് വളരെ തുച്ഛമായ വേതനമാണ്. വെറും 20,000 രൂപയ്ക്കും 15,000 രൂപയ്ക്ക് ഞങ്ങൾ എങ്ങനെ കുടുംബം പുലർത്തുക? ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഉണ്ട് സാലറി കൂട്ടുന്നത്. അത് ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ? 2023 ഞങ്ങൾക്ക് സാലറി കൂട്ടാൻ റീസൺ ഞങ്ങൾ സമരം ചെയ്തിട്ട് നേടിയെടുത്തതാ. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ സാലറി കൂട്ടിത്തരാം എന്നും പറഞ്ഞിട്ട് ഒരു മാനേജ്മെന്റോ സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നും തഴഞ്ഞുകൊണ്ടാണ്. പക്ഷെ അവർ എത്ര നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളത്, ഓരോ മാസം ഇവർക്ക് എത്രത്തോളം ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ മാനേജ്മെന്റുകൾക്ക് അറിയാം. പക്ഷെങ്കിൽ അത് ഒരാളും അത് മനസ്സിലാക്കില്ല. പകരം ഞങ്ങളെ സാലറി 20,000 രൂപ എന്നുള്ള അടിസ്ഥാന സാലറി 40,000 രൂപ ആക്കാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ല. ഇനി ഞങ്ങൾ ഇവിടെ കുത്തിയിരുന്ന് ധർണ ചെയ്യണോ? ഞങ്ങൾ ചെയ്തിരിക്കും. ഇന്ന് മുതൽ ചെയ്യാൻ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലുകളിൽ അഡ്മിഷൻ എടുക്കില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞിട്ട് പല ഹോസ്പിറ്റലിൽ അത് നിർത്തലാക്കി മാറ്റിവെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളത്തെ ഒരു ദിവസം ഞങ്ങൾ സമ്പൂർണ്ണ പണിമുടലിലേക്ക് പോകുന്നുള്ളത്. അതും ഞങ്ങളെ മനുഷ്യപ്പറ്റ് പ്രകാരം ഞങ്ങൾ 1/3 സ്റ്റാഫിനെ അത്യാഹിത വിഭാഗങ്ങളിൽ കൊടുക്കുന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ പഠിച്ചത് നഴ്സിംഗ് ആണ്. ഞങ്ങളത് കൊടുക്കുന്നത് ഞങ്ങളെ വീട്ടിലെ അമ്മയും അച്ഛനെ പോലെ ഓരോ പേഷ്യന്റിനെ ഞങ്ങൾ കാണുന്നത്. അത് ഞങ്ങൾ അത് അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. പൂച്ചയ്ക്ക് കൊടുക്കുന്ന പരിഗണന ഒരു മനുഷ്യന് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം.